ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളത്തെ പ്രൊമോയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശൻ കല്യാണി ബൈജും കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാണ്. കല്യാണി എനിക്ക് ഭയങ്കര കരച്ചിലാട്ടോ. പ്രകാശൻ കല്യാണിനെ സമാധാനിപ്പിക്കുകയാണ്. മോൾ ഇങ്ങനെ കരയേണ്ട മോളെ, അവൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. നോക്ക്, എന്നെക്കാളും ആരോഗ്യമുണ്ട് അവൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഞാനല്ലേ പറയണത്. ഈ ആരോഗ്യമില്ലാത്ത ഞാൻ പോലും രക്ഷപ്പെട്ടില്ലേ. പിന്നെ ഒരു തെറ്റും ചെയ്ത ദീപക്ക് ഒന്നും സംഭവിക്കില്ല. നീ അങ്ങനെ വിശ്വസിക്കേ. തെറ്റ് ചെയ്യാത്ത ആർക്കും ഒന്നും സംഭവിക്കില്ല മോളെ. ദൈവം കൂടെ ഉണ്ടാവും. ഇത്രയും ക്രൂരത ചെയ്ത അച്ഛന്റെ കൂടെ പോലും ദൈവം നിന്നെ സ്നേഹിച്ചപ്പിന്റെ പേര് ദൈവം എനിക്ക് കുറച്ച് ആനുകൂല്യം തന്നില്ലേ. അതുപോലെ നിന്നെ പ്രസവിച്ച അമ്മയാണ് ദീപ. എല്ലാവർക്കും നല്ലത് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. നല്ലത് വരണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവക്കൊന്നും സംഭവിക്കില്ല മോളെ, അരുതാത്തൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ പ്രകാശൻ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രകാശിനുള്ളിൽ ആകെ ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം. എന്നാലും അച്ഛൻ ഞാൻ പറഞ്ഞതാണ് കിരണേട്ടനോട്, ഇന്ന് വീട്ടിൽ പോകണ്ട, അവിടെ നിൽക്കണ്ട. അപ്പൊ കിരണേട്ടൻ പറഞ്ഞു, അച്ഛനില്ലേ ബൈജു ഇല്ലേ, പിന്നെ നിങ്ങൾ ഒരുമിച്ചല്ലേ കിടക്കുന്നത്, വാതിലൊക്കെ ലോക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ കണ്ടില്ല എന്തായി. കിരണേട്ടന്റെ അച്ഛന്റെ ഗുണ്ടകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവസാനം എന്റെ അമ്മക്ക് കുത്തുകൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി കരയാണ്. അപ്പൊ ബൈജു പറഞ്ഞിട്ട്, കല്യാണി നോക്കിത് ആരും വരുത്തി വെച്ചതല്ല, അത് ചിലപ്പോ വിധിയായിരിക്കും. എന്തായാലും ദീപേച്ചിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കിരൺ ഓടി എത്തുന്നുണ്ട് കേട്ടോ. കിരണെ കാണുമ്പോൾ തന്നെ കല്യാണി കെട്ടിപ്പിടിക്കുകയാണ്. കിരൺ പറയണ്ട, അമ്മയുടെ അവസ്ഥ കണ്ടു കിരണേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ കിരണേട്ടനോട് പോവണ്ട, ഇന്നൊരു ദിവസം കാർത്തികേച്ചിന്റെ വീട്ടിൽ നിൽക്കാന്ന്. ആരും നിന്നില്ല, ഗുണ്ടകളെല്ലാരും പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? അവൻ വരേണ്ടവൻ എന്തായാലും വന്നില്ലേ. ഗുണ്ടകളെ പുറത്തല്ലായിരുന്നു, അകത്തായിരുന്നു നിർത്തേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കല്യാണി കരയാണ്. കിരൺ പറഞ്ഞിട്ട്, സോറി മോളെ, ഒരിക്കലും ഇങ്ങനെ ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ലോ. അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നതാണ്, പിന്നെ അവൻ എങ്ങനെ വന്നു എന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തായാലും എല്ലാ രീതിയിലും പരിശോധിക്കേണ്ട. എന്ത് പരിശോധിക്കാനാ? ഇനി അവൻ എങ്ങനെ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അവൻ കാറിനോ ബൈക്കിനോ പ്ലെയിനോ എങ്ങനെ വന്നാലും ഇരിക്കട്ടെ. പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും അവൻ എന്തായാലും എന്റെ അമ്മേനെ കുത്തിയില്ലേ, അതിലത്തോളം വലുതൊന്നും അല്ലല്ലോ ഇനി വരാനിരിക്കണം എന്നൊക്കെ പറഞ്ഞ കല്യാണി കരയാണ്. അപ്പോഴേക്കും കിരൺ ഇങ്ങനെ പ്രകാശനെ മാറ്റി നിർത്തി ചോദിക്കണ്ട, അച്ഛാ അമ്മക്കിപ്പൊ എങ്ങനെയുണ്ട്, ഡോക്ടർ എന്തിനും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല മോനെ. കുത്ത് കൊണ്ടപ്പോ തന്നെ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പക്ഷെ എന്താണെന്നും ഡോക്ടർ പറഞ്ഞില്ല. അപ്പൊ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാണ് ചെയ്തത്. അവന്റെ കയ്യിലുള്ളത് വലിയ കത്തിയാന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഞാൻ കണ്ടില്ലായിരുന്നു, അവനെ പുറകെ നിന്ന് പിടിക്കാൻ പോയതായിരുന്നു. ഞാനും ബൈജു ആ സമയത്ത് പുറത്തായിരുന്നു. ഞങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അകത്ത് ഒച്ച കേട്ടിട്ട് ഞങ്ങൾ അകത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. മോള് പറഞ്ഞു, ദീപക്ക് പൾസ് ഒന്നും കിട്ടുന്നുണ്ടായില്ലെന്നാണ് പറയണത്. പൾസ് കിട്ടുന്നുണ്ടായില്ലെന്നോ? അതെ, അങ്ങനെയൊക്കെയാ മോള് പറഞ്ഞത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ, അമ്മക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ലെന്നേ എന്നൊക്കെ കിരൺ പറയാണ്. അപ്പൊ തന്നെ കിരൺ ചന്ദ്രസേനനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രസേനക്ക് നല്ല ഉറക്കമാട്ടോ, ഒന്നും അറിഞ്ഞിട്ടില്ല. അവ വിളിച്ചിട്ട് ചന്ദ്രസേനോട്, ഹലോ അച്ഛാ, അച്ഛൻ വീട്ടിലല്ലേ? അതേടാ മോനെ, ഞാൻ ഉറങ്ങുമായിരുന്നു. അച്ഛാ, അതെ ദീപാമ്മക്ക് കുത്തുകൊണ്ടുന്ന് പറയണേ. കുത്തുകൊണ്ടുവന്നാ? അതെ, ഗംഗപ്രസാദ് ഇവിടെ വന്നു അച്ഛാ. അച്ഛൻ എന്ത് ഗുണ്ടകളാച്ച പുറത്തു നിന്നത്, എന്ത് പോലീസല്ലേ പുറത്തു നിന്നത്. അവര് വന്ന് കുത്തി, ലക്ഷ്മിമ്മനെ കുത്താനാ പോയത്. തട്ടി മാറ്റിയപ്പോ ദീപാമ്മക്കാണ് കുത്തുകൊണ്ടത്. ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിരിക്കാന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ വരാടാ എന്ന് പറഞ്ഞിട്ട് CS അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്തിനേന്ന് അറിയില്ല. ഇനി കുറെ ഡോക്ടർമാർക്ക് ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും, അതെങ്ങനെയുള്ള രക്ഷപ്പെടുത്തണം, വേറെ എവിടെയെങ്കിലും പോയാലും പണം ഒരു പ്രശ്നമല്ല, അങ്ങനെയൊക്കെ പറയാനായിരിക്കും CS വരുന്നത്. എന്തായാലും കിരണിനോട് അങ്ങനെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്. അതേ സമയത്ത് ഗംഗപ്രസാദിനോടാണെങ്കിൽ സ്റ്റെഫി പറയുന്നുണ്ടെടാ, ഇങ്ങനെ നടന്നാ മതിയോ, നമുക്കൊന്നും ജീവിക്കണ്ടേടാ, നമ്മൾ എത്ര നാളായെന്ന് പറയുമ്പോഴേക്കും, എടി നിനക്ക് ശരിക്കും പറഞ്ഞാലേ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടല്ലേ നീ എന്ന് പറയുമ്പോൾ, റിസ്ക് എടുക്കണം എന്നല്ലടാ, എനിക്കെന്തുപോലെ ഇപ്പൊ ഭയമൊക്കെ തോന്നുവാണ്. എപ്പോഴും ഈ കാര്യങ്ങൾ മാത്രല്ലേ ഉള്ളൂ, അടി പിടി ജയിലിൽ പോക്ക്, വരല് രക്ഷപ്പെടല്, പിന്നെ മുങ്ങല്, അടി പിടി ജയിലിൽ പോക്ക്, ഇതല്ലാതെ ഒന്നും ഇല്ലല്ലോടാ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഇല്ലേ എന്നൊക്കെ സ്റ്റെഫി പറയുമ്പോ ഗംഗപ്രസാദ് സ്റ്റെഫിനെ ആശ്വസിപ്പിക്കണൊക്കെ ഉണ്ട്. നമുക്ക് ജീവിക്കാടി, കാർത്തികനല്ലേ ലക്ഷ്മി അമ്മേനെ രണ്ടുപേരും തീർത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശത്രുക്കളെ ഇല്ല. ഈ കിരണും കല്യാണിയൊക്കെ ഇടക്ക് വന്നവരല്ലേ, അവരൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്ന് ഒരു പാവ സ്ത്രീനാണ് കുത്തിയത്, ഞാൻ എന്ത് ചെയ്യാനാ, അവരാ കുടുംബത്തിന് നെടുന്തൂണാണ്. അതുകൊണ്ട് വിവാഹവും നിശ്ചയമൊക്കെ മുടങ്ങുമായിരിക്കും. എന്തായാലും അവരെ കുത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അവരും ഞാൻ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ അവരുടെ ആര് പറഞ്ഞ ഇടയ്ക്ക് കയറി വരാണ്ട്, അവരുടെ ആയുസ് അത്രേ ഉണ്ടാവുള്ളൂ, നീ അങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് സ്റ്റെഫിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഡോക്ടർമാര് പറയുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറയാണ്. പ്രകാശൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവാട്ടോ. അച്ഛൻ എവിടെയാ പോണത് എന്ന് കിരണും കല്യാണം ചോദിക്കുമ്പോ, അതെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങാണ്. ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാർത്തികൻ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, കാരണം അവർക്ക് ഫേസ് ചെയ്യാൻ പോലും വയ്യ. അവര് കാരണമാണല്ലോ ഈ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചെന്ന് ഓർത്തിട്ട് അവർക്കാകെ വിഷമം കൊണ്ട് അവര് ഹോസ്പിറ്റലിൽ വരാതെ വിഷമിച്ച് വീട്ടിൽ തന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം, അമ്മയും മോളും കൂടിയിട്ട്. അങ്ങനെ പ്രകാശൻ അമ്പലത്തിലേക്ക് നേരെ പോകുന്നുണ്ട്. അമ്പലത്തിൽ പോയ പ്രകാശൻ അവിടെ ദേവിയെടുത്ത് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ദേവി,
എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിധി ദീപക്ക് കൊടുത്തത്? അവളൊരു പാവമായിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ അവൾ എന്തുമാത്രം അനുഭവിച്ചേക്കണേ ഈ പ്രായത്തിനിടയ്ക്ക്. അവൾക്ക് ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം കിട്ടിത്തുടങ്ങിയത്. ഞാൻ ആ കുടുംബത്തിൽ വന്നേ പിന്നെ സ്വസ്ഥതക്കേട് മാത്രമാണല്ലോ അവർക്കൊരു സമാധാനവും ഇല്ല. ഞാനല്ലേ ക്രൂരത കാണിച്ചത്? ഞാനും എന്റെ അമ്മയും എന്റെ മോനൊക്കെയാണ് ക്രൂരത കാണിച്ചത്. ദുഷ്ടന്മാര് ഞങ്ങളാണ്. ഞങ്ങളുടെ ജീവൻ വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ എന്റെ ജീവൻ എടുത്തോ. ദീപയുടെ ജീവൻ തിരിച്ചു കൊടുക്കുക. അവളൊരു പഞ്ചപാവമാണ്. ജീവിച്ചവള് തുടങ്ങിയുള്ളൂ. എന്നെ കല്യാണം കഴിച്ചപ്പോ തൊട്ട് അവളുടെ കഷ്ടകാലമായിരുന്നു. അവളൊന്നും ജീവിച്ചോട്ടെ, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക, അവൾക്കൊരു ജീവൻ തിരിച്ചു കൊടുക്കുക ഭഗവതി. എന്റെ ജീവൻ എടുത്തോ, ഞാനല്ലേ കൊള്ളരുതാത്തവനൊക്കെ പറഞ്ഞ പൊട്ടിക്കരയാണ്. പൂജാരി വന്നിട്ട് ചോദിക്കണ്ട് നമ്മുടെ പ്രകാശനോട്, എന്ത് പറ്റി, എന്താ പ്രകാശ് ഇങ്ങനെ കരയണത്? തിരുമേനി ഇന്നലെ ആ ഗംഗപ്രസാദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? കൊടും കുറ്റവാളിയല്ലേ അവൻ? ഹോസ്പിറ്റലിൽ ചാടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. അതേ കാർത്തിക മോളുടെ നിശ്ചയമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇന്ന്. അവൻ ഇന്നലെ രാത്രി വന്ന് പണി പറ്റിച്ചു എന്ന് പറയണം. എന്തു പറ്റി? അവൻ രാത്രി വന്ന് ലക്ഷ്മീനെ കുത്താൻ പോയതാണ്. കാർത്തികൻ അല്ലെങ്കിൽ ലക്ഷ്മീനെ കുത്താൻ പോയതായിരുന്നു. കുത്തുകൊണ്ട് ദീപക്കാണ് ഇപ്പൊ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർമാർ എന്തോ പറയണോന്ന് അറിയാതെ നിൽക്കാണ്. അങ്ങോട്ടൊന്നും ഇല്ല ഇങ്ങോട്ടൊന്നും ഇല്ലാതെ കിടക്കാണ്. ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടെന്ന് പറയുമ്പോ പൂജാരി പറഞ്ഞു ഒന്നും സംഭവിക്കില്ല. അവർക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്ന സ്ത്രീയാണ്, അവർ നല്ലൊരു സ്ത്രീയാണ്, ദൈവാനുഗ്രഹമുള്ള സ്ത്രീയാണ്, അവർക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പൂജാരി. പക്ഷേ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് പ്രകാശ്. ഇപ്പൊ ഡോക്ടർമാർ പറയേണ്ടത് ദീപയുടെ കാര്യം കുറച്ച് സീരിയസ് ആണ്, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ വേണ്ടി പറയാട്ടോ. അങ്ങനെ അതുകൂടി കേൾക്കുമ്പോ കല്യാണിക്ക് ആകെ വിഷമമായിട്ട്. കല്യാണി ആകെ പൊട്ടിക്കരയാട്ടോ. അച്ഛാന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കണ്ട. മോളെ ഒന്നും സംഭവിക്കില്ലടി, ഞാനെന്നെ നിന്നോട് പറയണത് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ലായിരുന്നു. ഞാൻ വന്നത് കൊണ്ടാണോ മോളെ ഈ അനർത്ഥ സംഭവങ്ങളൊക്കെ സംഭവിക്കണം ചോദിക്കുമ്പോ കല്യാണി പറയണ്ട, ഇല്ല അച്ഛാ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പൊ ലക്ഷ്മി അമ്മയും കാർത്തിക് ഇതുവരെ വന്നില്ലേന്ന് കിരൺ ചോദിക്കുമ്പോഴേക്കും അവര് വന്നില്ല, അവർക്ക് മടിയായിരിക്കും, അവര് കാരണമാണല്ലോ നമുക്ക് ഇതൊക്കെ സംഭവിക്കണം എന്ന് ഓർത്തിട്ട് അതൊക്കെ ഓർത്തിട്ടൊക്കെ അവര് വന്നിട്ടില്ലെന്ന് പറയാണ്. എനിക്ക് എന്റെ അമ്മയത് കാണണം കിരണായിട്ടാന്ന് പറഞ്ഞിട്ട് കല്യാണി കരയുമ്പോ കല്യാണിനെ കാണിക്കാൻ പോലും ഡോക്ടർമാര് അനുവദിക്കുന്നില്ല. കാരണം ഇൻഫെക്ഷൻ ആവുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെച്ചിരിക്കുകയാണ്. അപ്പോഴും കാദംബരി ഓടി വരുവാണ്. രതീഷ് വരുന്നുണ്ട്. അയ്യോ അങ്ങനെ അമ്മക്ക് എന്ത് പറ്റി കല്യാണി, എന്ത് പറ്റി കല്യാണി, എല്ലാരും നോക്കിക്കോളാം, ഗുണ്ടകൾ വെച്ചിട്ടുണ്ട്, പോലീസുകാരെ വെച്ചിട്ടുണ്ട് തന്നെ സമാധാനത്തില് ഞങ്ങൾ അവിടെ ഇരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്ത്, ഗുണ്ടകൾ എവിടെ, പോലീസുകാരെവിടെ, ആരും ഇല്ലല്ലോ, ഞങ്ങളുടെ അമ്മക്ക് ഇത് സംഭവിച്ചല്ലോ കല്യാണി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ രണ്ടുപേരും ചേച്ചി ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ ദീപ ഏകദേശം മരിക്കുന്ന സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് പറഞ്ഞു കേട്ടതും അറിഞ്ഞു കേട്ടതും. പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോ ജീവനോട് തിരിച്ചു വന്നാലോ. എന്തായാലും കല്യാണി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിയിലേക്ക് കയറ്റിയപ്പോഴേക്കും പൾസ് ഒന്നും കിട്ടിയില്ലാന്ന്. പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ദീപ അങ്ങനെ അനക്കൂലാതെ തന്നെയാണ് കിടക്കണത്. അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. ദീപ ജീവനോടെ ആവോ മരിച്ചോ ഒന്നും തന്നെ അറിയില്ല. അത് വീക്കെൻഡ് പ്രൊമോ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് വീക്കെൻഡ് പ്രൊമോയിലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ദീപക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ എപ്പോഴും ഓരോരുത്തർക്ക് കുത്തുകൊള്ളും രക്ഷപ്പെടും അങ്ങനെയാണല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെയല്ല, ദീപക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.